തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരെ കെട്ടിയിട്ട് കവർച്ചാശ്രമം. പുഴുക്കലിലെ ഹൈസൺ മോട്ടോഴ്സിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ടൗൺ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരെ കെട്ടിയിട്ട് കവർച്ചാശ്രമമാണ്. വിശദാംശങ്ങൾ എന്താണ്? അജുന, ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ഓട്ടോറിക്ഷയിൽ 4 അംഗ സംഘം ഈ പുഴയ്ക്കലിലുള്ള ഹൈസൺ മോട്ടോഴ്സിലേക്ക് എത്തുന്നത്. 2 സെക്യൂരിറ്റിക്കാരാണ് ആ സമയത്ത് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഇതിൽ ഒരു സെക്യൂരിറ്റിക്കാരനെ ഈ 4 പേർ ചേർന്ന് കെട്ടിയിട്ടു. ഈ 4 പേരും, ഓട്ടോറിക്ഷയിലെത്തിയ 4 പേരും മുഖംമൂടി ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സെക്യൂരിറ്റിക്കാരന്റെ കൈവശമുണ്ടായിരുന്ന മുണ്ട് ഉപയോഗിച്ച് തന്നെയാണ് ഈ സെക്യൂരിറ്റിക്കാരനെ തൂണിൽ പില്ലറിൽ കെട്ടിയിട്ടത്. തുടർന്ന് ഈ ഷോറൂമിന്റെ ചില്ല് തകർത്ത് അകത്ത് കടന്നു. പക്ഷേ അവർ ആ അകത്ത് മുഴുവൻ പരിശോധിച്ചെങ്കിലും പണം ഇരിക്കുന്ന സ്ഥലം അവർക്ക് കൃത്യമായി മനസ്സിലാക്കാനായില്ല. തുടർന്ന് ഈ സെക്യൂരിറ്റിക്കാരന്റെ തന്നെ മൊബൈലും എടുത്ത് ഈ 4 പേരും വന്ന അതേ ഓട്ടോറിക്ഷയിൽ തന്നെ മടങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. പോലീസ് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ടൗൺ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. പക്ഷേ മുഖം മറച്ചതിനാൽ ഈ മോഷ്ടാക്കളെ കുറിച്ച് അല്ലെങ്കിൽ മോഷണ ശ്രമം നടത്തിയവരെ കുറിച്ച് വ്യക്തതയില്ല. ഈ സെക്യൂരിറ്റിക്കാരനെ കെട്ടിയിടുന്ന സമയത്ത് തമിഴ് കലർന്ന മലയാളം ഭാഷയാണ് ഈ 4 പേരും സംസാരിച്ചത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 പേരും തമിഴ്നാട് നിന്നുള്ളവരാണെന്നുള്ള ഒരു നിഗമനം കൂടി പോലീസിനുണ്ട്. ആ നിഗമനം വെച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പ്രദേശത്തുള്ള CCTVകളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ഓട്ടോറിക്ഷ, ഈ സംഭവത്തിന് ശേഷം ഓട്ടോറിക്ഷ എറണാകുളം ഭാഗത്തേക്കാണ് പോയതെന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ ഓട്ടോറിക്ഷ പോയ പ്രദേശത്തുള്ള CCTVകളെല്ലാം പരിശോധിച്ച് ഓട്ടോറിക്ഷയുടെ നമ്പർ ഉൾപ്പെടെ ശേഖരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിവരുന്നതും വൈകാതെ തന്നെ പ്രതികൾ പിടിയിലാകുമെന്നുള്ളൊരു നിഗമനത്തിലാണ് ടൗൺ വെസ്റ്റ് പോലീസ് ഉള്ളത്. അജിത, തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരെ കെട്ടിയിട്ട് കവർച്ചാശ്രമം. പുഴുക്കലിലെ ഹൈസൺ മോട്ടോഴ്സിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.